പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. ആധുനിക കൃഷിരീതി വിവിധയിനം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ജനങ്ങൾക്കും പരിസ്ഥിതിക്കും ദീർഘകാലാടിസ്ഥാനത്തിലുള്ള പ്രയോജനമാണ് ജൈവ കൃഷിരീതികൾ മൂലം ലഭിക്കുന്നത്. പൊതുവെ നെല്ലുമാത്രം വിളയുന്ന അപ്പർ കുട്ടനാട്ടിൽ 1/2 ഏക്കറിലധികം സ്ഥലത്ത് ജൈവ കൃഷിയിലൂടെ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ച് ശ്രദ്ധേയനായിരിക്കുകയാണ് നിരണംകാരുടെ കുഞ്ഞവറാച്ചൻ. വിഷുവിന് നാടിന് വിഷരഹിത പച്ചക്കറികൾ നൽകി നാട്ടുകാരുടെ പ്രശംസ പിടിച്ചു പറ്റിയിരിക്കുകയാണ് നിരണം വൈക്കത്തുശ്ശേരിയിൽ 85-കാരൻ എബ്രഹാം വർഗീസ് എന്ന കുഞ്ഞവറാച്ചൻ. ചീര, വെണ്ട, പടവലം, പാവൽ, പയർ, തക്കാളി, കോവൽ, മുളക് തുടങ്ങി എല്ലാത്തരം പച്ചക്കറികളും ഇദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലുണ്ട്. ഇങ്ങനെ എല്ലാ വർഷവും കൃഷി ചെയ്യും. 10,000-20,000-10,000 രൂപയുടെ ചീര കിട്ടും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ കുറേശ്ശെ എല്ലാം കിട്ടുന്നുണ്ട്. അതെല്ലാം എടുക്കുന്നുമുണ്ട്. എന്തൊക്കെ കൃഷി ചെയ്യുന്നത്? കൃഷി ചെയ്യുന്ന പടവലം, പയറ്, പാവൽ, ചീര, വെള്ളച്ചീര, വെണ്ടയ്ക്ക അവിടെ ഉണ്ട്. ഇത് വെള്ളച്ചീരയുടെ വിത്തെടുക്കാൻ നിർത്തിയിരിക്കുന്നതാണ്. വെള്ളച്ചീര വ്യത്യസ്തങ്ങളായ കൃഷിരീതികളാണ് ഇദ്ദേഹം സ്വീകരിക്കുന്നത്. ചാണകവും ചാണകപ്പൊടിയുമാണ് എബ്രഹാം വർഗീസ് തന്റെ കൃഷിയിടത്തിൽ പ്രധാനമായും ഉപയോഗിക്കുന്നത്. രാസവളങ്ങളോ കീടനാശിനിയോ ഉപയോഗിക്കുന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടമല്ല. ഇവിടെ വിളയുന്ന പച്ചക്കറികൾ കൃഷിയിടത്തിൽ വെച്ച് തന്നെ വിതരണം ചെയ്യും. എബ്രഹാം വർഗീസിന്റെ പച്ചക്കറികൾ വാങ്ങാൻ തിരക്കേറെയാണ്. മുൻപ് 10 മീറ്ററോളം നീളമുള്ള തക്കാളി വിളയിച്ച് അദ്ദേഹം ശ്രദ്ധേയനായിരുന്നു. മണ്ണിന്റെയും മനുഷ്യന്റെയും ആവാസ വ്യവസ്ഥയിലൂടെയും ആരോഗ്യം നിലനിർത്തുന്ന ഒരു ഉൽപാദന രീതിയായ ജൈവ കൃഷി രീതി പ്രാവർത്തികമാക്കുന്നവർക്ക് തികച്ചും മാതൃകയാണ് കുഞ്ഞവറാച്ചൻ. ന്യൂസ് ബ്യൂറോ, തിരുവല്ല.